ആരവ് ഷിജുവിൻ്റെ അച്ഛനെയും അമ്മയും ഒന്ന് പരിചയപ്പെടാം. എന്താണ് ദുബായിലായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. പേര് അശ്വതി, ഹൗസ് വൈഫാണ്. എന്തായാലും ഹസ്ബൻഡിനും മക്കൾക്കുമായിട്ട് നല്ല സുഖജീവിതമായിട്ടല്ലേ ആഹാരമൊക്കെ വെച്ച് കൊടുത്ത് അടിച്ചു പൊളിച്ച്. അപ്പോൾ അടുത്ത നമ്മൾ അഭിഷിത രാജ് എന്തുണ്ട്? പിന്നെ അഭിഷിത രാജിൻ്റെ അച്ഛൻ പേര് അമൽ രാജ്, കോൺട്രാക്ടറാണ് അല്ലേ? താമസിക്കുന്നത് പോളച്ചിറ, താമസിക്കുന്നത് ഉള്ളിയനാട് സ്ഥലം, അത് താമസിക്കുന്നത് വിട്ടുപോയി. അപ്പോൾ ഇനി അമ്മയുടെ വിശേഷം? ഹൗസ് വൈഫാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാമിലിക്ക് ഒരു ഫുൾ ഫോം ഉണ്ട്. ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. അച്ഛ അമ്മ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അല്ലേ? നല്ല നിങ്ങളൊക്കെയാണ് ഈ അച്ഛനും അമ്മയുടെയൊക്കെ ഒരു എന്താണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അവരെ കോർത്തിണക്കുന്നതും അവരുടെ ഇണക്കങ്ങൾ അല്ലെങ്കിൽ ഇണക്കങ്ങളാക്കുന്നതും അല്ലേ? അതെല്ലാം മക്കളാണ്. നമ്മുടെ കയ്യിൽ ക്യാഷ് വേണ്ടേ? എന്താ മോനെ ക്യാഷ് എന്ന് പറഞ്ഞാൽ? പണമെന്നാണോ? അല്ല, കറക്റ്റാ, പണമെന്നല്ല. CASH. C for confidence, A for ambition, S for sincerity, last H for hard work. ഇതാണ് ക്യാഷ്. മനസ്സിലായി കേട്ടോ? ആ ക്യാഷ് അല്ല. ഈ ക്യാഷ് ഉണ്ടെങ്കിൽ മറ്റേ ക്യാഷിന് വന്നോളൂ കേട്ടോ. ഏതാണ്? CASH. എന്ത് വേണം? എന്ത് കാര്യവും പറയാനും അത് സംസാരിക്കാനുമുള്ള ഒരു എന്താണ്, ആത്മവിശ്വാസം വേണം അല്ലേ? കോൺഫിഡൻസ് വേണം അല്ലേ മോനെ? ആരവ് ഷിജു, കമോൺ ഷിജു, ആരവ് ഷിജു, കമോൺ. നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോകണം. അയ്യോ ടീച്ചറുടെ അടുത്ത് ചോദിക്കാൻ എനിക്ക് പേടിയാ, അതൊക്കെ പണ്ട്. ഇപ്പം അങ്ങനല്ല, പുതുതലമുറ, യങ് ജനറേഷൻ, യോ. അപ്പം നമ്മൾ രണ്ട് കുടുംബത്തെ നമ്മൾ നന്നായിട്ട് പരിചയപ്പെട്ടു. എല്ലാവരുടെയും കുടുംബത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, സാറിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞില്ല. അതാണ് അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എല്ലാവരും പറ്റി ചിന്തിക്കുക, അവസരം നമ്മളങ്ങ് വിട്ടുപോകും. അപ്പോൾ എനിക്ക് വൈഫ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റാണ്, കൊല്ലം ബാറിൽ വൈഫ് അഡ്വക്കേറ്റാണ്. പേര് സജിത എന്നാണ് പേര്, സജിത. 2 മക്കൾ, 2 ആൺമക്കളാണ്. ഒരാൾ 8ാം ക്ലാസ്സിലും ഒരാൾ 5ലും പഠിക്കുന്നു. മങ്ങാട് ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. മോൻ ഉണ്ടല്ലേ? മോന് എത്രയിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്. SN ട്രസ്റ്റ് ചാത്തന്നൂരിൽ പഠിക്കുകയാണ്. അഭിഷിൻ രാജാണ് നമ്മളെ അമൽ രാജിൻ്റെ മോനാണ്, മൂത്ത ആളാണ്. ആരവ് ഷിജു ഓക്കെ അല്ലേ മോൻ? മോന് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2024 ഇപ്പോൾ ഈ വർഷം കിട്ടിയില്ലേ? ആ റെക്കോർഡ് കിട്ടാൻ ആസ്പദമായ എന്താണ് സംഭവം എന്ന് പറയാമോ? ഇവർക്കൊക്കെ അറിയാനുള്ള ആഗ്രഹമുണ്ട്. നമുക്ക് നേരിട്ട് ആരവ് ഷിജു നമ്മളെ കേരളത്തിലെ 14 ജില്ലകൾ ഒന്ന് കറക്റ്റായിട്ട് ഓർഡറിലൊന്ന് ക്രമമായിട്ട് അടുക്കാൻ പോവുകയാണ്. പറഞ്ഞോളൂ. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഓ വെരി ഗുഡ്. ഭയങ്കര നല്ല ഭംഗിയായിട്ട് പറഞ്ഞു അല്ലേ? പ്രസിഡൻസ് ഇതുവരെയുള്ള രാഷ്ട്രപതിമാരെയൊക്കെ ഒന്ന് പറഞ്ഞ മക്കളെ. പ്രസിഡൻസ് ഓഫ് ഇന്ത്യ: ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാധാകൃഷ്ണൻ, തൈഗർ ഹുസൈൻ, VV ഗിരി, ഫക്രുദ്ദീൻ, നീരജ് സഞ്ജയ്, ഗാനി സേൽ സിംഗ്, R വെങ്കട്ടരാമൻ, ശങ്കർ ദയാൽ ശർമ്മ, KR നാരായണ, APJ അബ്ദുൽ കലാം, പ്രഫുല്ല പട്ടേൽ, പ്രണബ് മുഖർജി, റാണാ ദാമോദർ, ദ്രൗപദി മുർമു. ഓക്കെ, നല്ല ഭംഗിയായിട്ട് ഒറ്റ ശ്വാസത്തിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് ഈ ഫ്ലാഗ് കണ്ടേ, എല്ലാവരും കണ്ട് ഈ ഫ്ലാഗ്, ഇത് എവിടുത്തെയാണ് ഈ ഫ്ലാഗ്? തുർക്കിയാണ്. തുർക്കിയുടെ ഫ്ലാഗാണ്. തുർക്കിയുടെ ക്യാപിറ്റൽ അങ്കാര, കറൻസി ടർക്കിഷ് ലിറയാണ്. അടുത്ത ഫ്ലാഗ് കാണിക്കുകയാണ്. ഇത് എവിടുത്തെ ഫ്ലാഗ് ആയിരിക്കും? ജപ്പാൻ. വെരി ഗുഡ്. ജപ്പാൻ്റെ തലസ്ഥാനം ടോക്കിയോ, കറൻസി യെൻ. ഇതെല്ലാവർക്കും അറിയാവുന്ന ഫ്ലാഗാണെന്ന് തോന്നുന്നു. അതെ, ഞാനത് കാണിക്കുക. എന്നാലും ഇതെവിടുത്തെ ആയിരിക്കും? അർജന്റീന. ഓ അർജന്റീന, ലയണൽ മെസ്സി. അർജന്റീനയുടെ ക്യാപിറ്റൽ ബ്യൂണസ് അയേഴ്സ്, കറൻസി പെസോ. അടുത്തത് കണ്ടല്ലോ. ശരി, കണ്ടേ ക്യാമറയിലൊന്ന് കാണിക്കുകയാണ്. ഇത് എവിടുത്തെയാണ്? ചൈന. ചൈനയുടെ തലസ്ഥാനം ബീജിംഗ്, കറൻസി യുവാൻ. അടുത്തത് കണ്ടല്ലോ. ആണ്ടേ ഓക്കെ. ഇത് എവിടുത്തെയാണ്? ഭൂട്ടാൻ. ഭൂട്ടാൻ ഒരു ഏഷ്യൻ രാജ്യമാണ്. അതിൻ്റെ ക്യാപിറ്റൽ തിമ്പു, കറൻസി ഗുൾട്രൂം. അടുത്ത ഫ്ലാഗ് മോൻ ഓക്കെ അല്ലേ? ആണ്ടേ ഇതെല്ലാം ആണ്ടേ. പാകിസ്ഥാൻ. ഇനി മൊബൈലിനകത്താണ്, 1-2 കൂടെ മൊബൈലിനകത്ത് നമുക്ക് പരിചയപ്പെടാം. ആണ്ടേ ഇത് എവിടുത്തെ ആയിരിക്കും മുന്നേ? ഇറാൻ അല്ലേ?
അല്ലേ ഇറാനല്ലേ? ഇറാൻ്റെ തലസ്ഥാനം ടെഹ്റാൻ, കറൻസി റിയാൽ. ഞാൻ വേറൊരു തമാശ കൂടെ ഈ അവസരത്തിൽ പറയട്ടെ. IRAN അല്ലേ ഇറാൻ്റെ സ്പെല്ലിംഗ് എന്താ? IRAN അല്ലേ? തിരിച്ചു പറഞ്ഞാലോ NARI, നാറിന്ന് വരും. അതെന്താ വേണമെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ എടുക്കാതിരിക്കും. പക്ഷേ കുട്ടികൾക്കൊരു തമാശയത്. മോനെ ഞെട്ടിച്ചു, എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു കേട്ടാ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഫ്ലാഗ് ഐഡൻറ്റിഫൈ ചെയ്ത് പറയുന്ന അല്ലേ കുഞ്ഞു മനസ്സ്. മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, ഇപ്പോഴേ ആ ബുദ്ധിശക്തി മോനുണ്ട്. ഇത് കീപ്പ് ചെയ്യണം, ഇത് കളയരുത്. ഇത് കീപ്പ് ചെയ്ത് നമ്മൾ ഉയരങ്ങൾ എവറസ്റ്റ് കീഴടക്കണമെന്ന് കേട്ടില്ലേ? 8848 മീറ്റർ ഉയരമുള്ള എവറസ്റ്റ് കീഴടക്കണ്ടേ? കീഴടക്കണം വെച്ചാൽ അവിടെ പോകാനല്ല പറഞ്ഞത്, ഇതുപോലെ നമുക്ക് ഉയരങ്ങൾ കീഴടക്കണം വേണ്ടേ? അതുകൊണ്ട് പഠിത്തവും ഈ ടാലൻറ്റും നമ്മൾ ഒരേ കണക്ക് നമ്മൾ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റുഡൻറ്റ് വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ എന്താണ്? STUDENT. ഓരോന്നിനും ഫുൾ ഫോം ഉണ്ട്. സ്റ്റുഡൻറ്റ്. S ഫോർ സ്മാർട്ട്നെസ്, നല്ല സ്മാർട്ടായിരിക്കണം. T ഫോർ തോട്ട്ഫുൾ, നല്ല ചിന്തകൾ ഉണ്ടായിരിക്കണം. U അൺബേസ്ഡ്, നിഷ്പക്ഷനായിരിക്കണം. D ഫോർ ഡ്യൂട്ടിഫുൾ, നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? നന്നായിട്ട് പഠിക്കുക അല്ലേ? പിന്നെ അടുത്തത് എനർജറ്റിക്, നല്ല ഊർജ്ജസ്വലനായിരിക്കണം. N നൊബിലിറ്റി, മഹിമ നിറഞ്ഞവനായിരിക്കണം. ഏറ്റവും ലാസ്റ്റ് T, അതാണ് ഏറ്റവും പ്രധാനം, ടാലൻറ്റ്. ഇപ്പം ടാലൻ്റാണ് മോൻ. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ 2 T ഉണ്ട്, ഒന്ന് തോട്ട്ഫുള്ളും ഒന്ന് T ഫോർ ടാലൻറ്റുമാണ്. അപ്പോൾ മോനെ സൂപ്പറാണ്, നല്ല സൂപ്പറായിട്ട് ഇതുപോലെ പഠിക്കണം കേട്ടാ. 14 ജില്ലകൾ മോൻ പറഞ്ഞു അല്ലേ? അത് വഞ്ചിപ്പാട്ട് രൂപത്തിൽ മോൻ പഠിച്ചിട്ടുണ്ട്. മോൻ പഠിക്കണം, ഞാനൊന്ന് പാടിത്തരട്ടെ. വഞ്ചിപ്പാട്ട് രൂപത്തിൽ ആ ജില്ലകളെ നമുക്ക് ഒന്ന് എടുക്കാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം. ഓദിത്തിത്താരാദിത്തിത്തൈ, ഓദിത്തിത്താരാദിത്തിത്തൈ. തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, ലാസ്റ്റ് കാസർഗോഡുണ്ടേ. ഓദിത്തിത്താരാദിത്തിത്തൈ, ഓദിത്തിത്താരാദിത്തിത്തൈ. ഈ മോൻ വേറൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു, പ്രസിഡന്റുമാരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞില്ല? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇല്ലേ? ഇത് ഞാൻ ചേർത്ത് ഒരു പാട്ട് രൂപത്തിലാക്കി തരട്ടെ, വളരെ ഈസി ആയിട്ട് പഠിക്കാം. രാജു, രാധേ, സക്കീർ, ഗിരിയും അലിയും സജീവം, ജ്ഞാനി, വെങ്കിട്ട ശർമ്മേ, KR കാലാം, പ്രതിഭ പ്രണാമം, കോവിന്ദ മുർമു. ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാം. രാജു, രാധേ, സക്കീർ എന്താണ്? സ്പ്ലിറ്റ് ചെയ്യണം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ S രാധാകൃഷ്ണൻ, ഡോക്ടർ സക്കീർ ഹുസൈൻ. അതുപോലെ ഗിരിയും അലിയും സജീവം, BB ഗിരി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, നീലം സഞ്ജീവ റെഡ്ഡി. ജ്ഞാനി, വെങ്കിട്ട ശർമ്മ, ജ്ഞാനി സെയിൽ സിംഗ്, R വെങ്കിട്ടരാമൻ, ശങ്കർ ദയാൽ ശർമ്മ. KR കാലാം, പ്രതിഭ പ്രണാമം, കോവിന്ദ മുർമു, KR നാരായണൻ. APJ അബ്ദുൽ കലാം. APJ എന്ന് പറഞ്ഞാൽ എന്താണ്? അവുൽ ഫക്കീർ, ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം, പ്രതിഭ പാട്ടീൽ, പ്രണബ് മുഖർജി, രാംനാഥ് കോവിന്ദ്, ലാസ്റ്റ് വൺ ദ്രൗപദി മുർമു. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ പാട്ട് രൂപത്തിൽ നമ്മൾ കാര്യം പാട്ടിലോ ഡാൻസിലോ ഒക്കെ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ തലച്ചോറിൽ നിൽക്കും. ഒരിക്കലും അത് മറക്കില്ല. അഭിഷിത എന്തുണ്ട്? അഭിഷേകയ്ക്ക് നമ്മൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2024 കിട്ടി. എല്ലാവിധ ആശംസകളും. അപ്പോൾ മോക്ക് റെക്കോർഡിന് അർഹമായിട്ടുള്ള മറ്റേ ഇന്ത്യയിൽ 28 സ്റ്റേറ്റുകൾ ഒന്ന് കൃത്യമായിട്ട് മോളൊന്ന് പറയുമല്ലോ. ശരി, നോക്കിയേ മോളെ, ഒന്ന് ക്യാമറയിൽ നോക്കി ഒന്ന് പറഞ്ഞോ. ആന്ധ്രാപ്രദേശ്, അമരാവതി, ആന്ധ്രാപ്രദേശ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, മുഖം കണ്ണുകൾ, ബ്ലാങ്കറ്റ്, തിരുവനന്തപുരം, ചോപ്പ, മലയാളി, മുംബൈ, മധ്യപ്രദേശ്, ചോപ്പ, മണിപ്പൂർ, ഇഫ, മയായി, ഷിതു, സോണ, ഇഫ, ഗംഗയാൻ, ഒഡീഷ, ഒന്നിച്ചൂബ, പഞ്ചാബ്, ചണ്ഡീഗഡ്, രാജസ്ഥാൻ, ജയ്പൂർ, സിക്കിം, തമിഴ്നാട്, ചെന്നൈ, തെലങ്കാന, ഹൈദരാബാദ്, ത്രിപുര, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, കൊൽക്കത്ത.
എല്ലാം പറഞ്ഞു. വെസ്റ്റ് ബംഗാൾ അല്ലേ, കൽക്കട്ട. അപ്പം ബുദ്ധിശക്തി മോക്ക് പിന്നെയും വായിപ്പിക്കണം. പത്രമൊക്കെ വായിപ്പിച്ച് ഹെഡ്ലൈൻസ് മാത്രം, ഇപ്പോൾ ഹെഡ്ലൈൻസ് മാത്രം നോക്കിച്ചാൽ മതി. അങ്ങനെ ന്യൂസ് പേപ്പർ വായിപ്പിക്കണം. ഒരു ദിവസം ഒരു GK വെച്ച് മോനെ അരവ് ഷിജു, ഒരു ദിവസം ഒരു GK വെച്ച് പഠിക്കണം എല്ലാവരും. ഇപ്പോഴത്തെ പ്രശ്നം പല സ്കൂളുകളിലും ഞാൻ പോയിട്ടുണ്ട്, പല സ്കൂളുകളിലും പൊതുവിജ്ഞാനം വളരെ മോശമാണ്. പറയാതിരിക്കാൻ വയ്യ, എനിക്ക് പറയാം. എല്ലാ കുട്ടികളും നല്ല മിടുക്കന്മാർ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അഭിഷിത സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കേട്ടാ, നല്ല അടിപൊളിയായിരുന്നു കേട്ടാ. 28 സ്റ്റേറ്റുകൾ. പിന്നെ മോക്ക് എന്തൊക്കെ ഏതാണ്? ചീഫ് മിനിസ്റ്റേഴ്സ്. ചീഫ് മിനിസ്റ്ററിനോട് പറയുമോ മോളെ കേരളത്തിലെ? അതൊന്ന് പറഞ്ഞോ. ഇന്ന് നമ്മോട് പാടപ്പെട്ട ആ ശങ്കർ അച്ഛമ്മേരോ കെ കാണാൻ പിക്കോളെ ഇരിക്കുന്ന ഉമ്മൻചാണ്ടി ഈ സഞ്ചാണ് വിജയ്. നമ്മളിപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാ? പിണറായി. അതെ. അപ്പം നമ്മൾ രണ്ടുപേരുടെയും പെർഫോമൻസ് നല്ല അടിപൊളിയായിട്ട്, നല്ല കുഞ്ഞു മക്കളുടെ പെർഫോമൻസ് നമ്മൾ കണ്ടു. ഇവരെ ഈ രീതി തന്നെ കീപ്പ് ചെയ്യണം. അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം അഭിഷിതയുടെ അച്ഛനും അമ്മയും അതുപോലെ ആരവിൻ്റെ അച്ഛനും അമ്മയും എല്ലാം അവരെ കെയർ ചെയ്യണം. നന്നായിട്ട് പഠിക്കണം, നല്ല ബുദ്ധി കൂർമ്മതയുള്ള മക്കളാണ്. അതുകൊണ്ട് ആ രീതിയിൽ അവരെ എൻകറേജ് ചെയ്യണം, കൊണ്ടുപോകണം. സ്കൂൾ തലത്തിലായാലും ഇനി പഠിക്കുന്ന എവിടെയായാലും അവരെ നന്നായിട്ട് നമ്മൾ നോക്കണം. അവർക്ക് ബുദ്ധിശക്തി ഉള്ളവരാണ്. ഇപ്പോഴേ ചെറുപ്രായത്തിലെ അവരെ ഷാർപ്പ് ചെയ്ത് മൂർച്ച കൂട്ടി അവരുടെ ബുദ്ധിശക്തി കൂട്ടിയെടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരാ? ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയത് നമ്മൾ രാജ്യങ്ങളെ, അതായത് UNO നമുക്കറിയാം, മോൻ പഠിക്കുക, ഐക്യരാഷ്ട്രസഭ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, പഠിക്കും ഇനി കേട്ടോ. ആ സഭയിൽ അംഗത്വമുള്ള 193 രാജ്യങ്ങൾ. എത്ര രാജ്യങ്ങളാ? 193 രാജ്യങ്ങളെ 1 മിനിറ്റും 7 സെക്കൻഡ്, അഥവാ 67 സെക്കൻഡ്സ് കൊണ്ട് അക്ഷരമാലാക്രമം, അറിയാമല്ലോ, ABCD ഇസഡിൽ അവസാനിക്കുന്ന 26 ലെറ്റേഴ്സ് വെച്ച് അവസാനിക്കുന്ന ഇത്രയും അക്ഷരമാലാക്രമത്തിൽ അടുക്കി പറഞ്ഞ് ഒരു മധ്യപ്രദേശുകാരൻ്റെ റെക്കോർഡാണ് ഞാൻ ബ്രേക്ക് ചെയ്തത്. അതൊന്ന് പറയട്ടെ. ABC ഈ ക്രമത്തിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇസഡിൽ അവസാനിക്കും. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ, അൽബേനിയ, അൾജീരിയ, അൻഡോറ, അങ്കോള, ആൻറ്റിഗ്വ ആൻഡ് ബാർബുഡ, അർജന്റീന, അർമേനിയ, ഓസ്ട്രേലിയ, ആസ്ട്രിയ, അസർബൈജാൻ, ബഹമാസ്, ബഹ്റിൻ, ബംഗ്ലാദേശ്, ബാർബഡോസ്, ബിലാറസ്, ബെൽജിയം, ബെലീസ്, ബെനിൻ, ഭൂട്ടാൻ, ബൊളീവിയ, ബോസ്ന ഹെർസഗോവിന, ബോട്സ്വാന, ബ്രസീൽ, ബ്രൂണെ, ബൾഗേറിയ, ബുർക്കിന ഫാസോ, ബുറുണ്ടി, കംബോഡിയ, ക്യാമറൂൺ, കാനഡ, കേപ്പ് വെർദ്, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, ചാഡ്, ചിലി, ചൈന, കൊളംബിയ, കോമോറോസ്, കോങ്കോ, ഫോർമലി സെയർ, കോങ്കോ, കോസ്റ്റാറിക്ക, കോട്ട് ഡിവോയർ, ക്രൊയേഷ്യ, ക്യൂബ, സൈപ്രസ്, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, ജിബൌട്ടി, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഈസ്റ്റ് തൈമൂർ, ഇക്വഡോർ, ഈജിപ്റ്റ്, എൽ സാൽവഡോർ, ഇക്വറ്റോറിയൽ ഗിനി, എറിത്രിയ, എസ്റ്റോണിയ, എത്യോപ്യ, ഫിജി, ഫിൻലൻഡ്, ഫ്രാൻസ്, ഗാബോൺ, ഗാംബിയ, ജോർജിയ, ജർമ്മനി, ഖാന, ഗ്രീസ്, കനഡ, ഗോട്ടിമാല, ഗിനി ബസാവു, ഗയാന, ഹെയ്ത്തി, ഹോൺഡുറാസ്, ഹംഗറി, ഐസ്ലൻഡ്, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, ഇറാഖ്, അയർലൻഡ്, ഇസ്രായേൽ, ഇറ്റലി, ജമൈക്ക, ജപ്പാൻ, ജോർദാൻ, കസാഖിസ്ഥാൻ, കെനിയ, കിരിബാത്തി, സൗത്ത്, കുവൈറ്റ്, കിർഗിസ്ഥാൻ, ലാവോസ്, ലാറ്റ്വിയ, ലെബനൻ, ലെസോത്തോ, ലൈബീരിയ, ലിബിയ, ലിച്ചൻസ്റ്റീൻ, ലിത്വാനിയ, ലക്സംബർഗ്, മാസഡോണിയ, മഡഗാസ്കർ, മലാവി, മലേഷ്യ, മാലദ്വീപ്സ്, മാലി, മാൾട്ട, മാർഷ ഐലൻഡ്സ്, മൗറിറ്റാനിയ, മൗറീഷ്യസ്, മെക്സിക്കോ, മൈക്രോനേഷ്യ, മോൾഡോവോ, മൊണോക്കോ, മംഗോളിയ, മോണ്ടിനിഗ്രോ, മൊറോക്കോ, മൊസാംബിക്, മ്യാൻമാർ, നമീബിയ, നൗറു, നേപ്പാൾ, നെതർലൻഡ്, ന്യൂസിലൻഡ്, നിക്കരാഗുവ, നൈഗർ, നൈജീരിയ, നോർവേ, ഒമാൻ, പാകിസ്ഥാൻ, പലാവ്, പനാമ, പപ്പുവ ന്യൂഗിനി, പരാഗ്വേ, പെറു, ഫിലിപ്പൈൻസ്, പോളണ്ട്, പോർച്ചുഗൽ, ഖത്തർ, റൊമേനിയ, റഷ്യ, റുവാണ്ട, സമോവ, സാൻ മാർനോ, സാവറ്റോ ആൻഡ് പ്രിൻസിപ്പെ, സൗദി അറേബ്യ, സെനഗൽ, സെർബിയ, സൈഷൽസ്, സിയാറ ലിയോൺ, സിംഗപ്പൂർ, സ്ലോവാക്യ, സോളമൻ ഐലൻഡ്, സൊമാലിയ, സൗത്ത് ആഫ്രിക്ക, സ്പെയിൻ, ശ്രീലങ്ക, സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ്, സെന്റ് ലൂസിയ, സെന്റ് വിൻസെന്റ് ആൻഡ് ദ ഗ്രനേഡ്സ്, സുഡാൻ, സൂർനെയും, സ്വാസിലൻഡ്, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, സിറിയ, തജിക്കിസ്ഥാൻ, തൻസാനിയ, തായ്ലൻഡ്, ടോഗോ, ട്രിനിഡാഡ്, ടൊബാഗോ, ടുണീഷ്യ, ടർക്കി, ടർക്ക്മെനിസ്ഥാൻ, ടുവാളു, ഉഗാണ്ട, ഉക്രൈൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഉറുഗ്വേ, ഉസ്ബെക്കിസ്ഥാൻ, വനാട്ടു, വെനിസുല, വിയറ്റ്നാം, യമൻ, സാംബിയ, സിംബാബ്വെ. അങ്ങനെ 193 രാജ്യങ്ങൾ. USA-ലും 51 സ്റ്റേറ്റുകളുണ്ട്. ഞാൻ അതൊന്ന് യഥാക്രമം ഞാനൊന്ന് പറയാം. വാഷിംഗ്ടൺ, ഓറിഗൺ, കാലിഫോർണിയ, നെവാദ, ഐഡഹോ, മൊണ്ടാന, വ്യോമിംഗ്, ഉട്ട,
അരിസോണ, ന്യൂ മെക്സിക്കോ, കൊളറാഡോ, നോർത്ത് ഡക്കോട്ട, സൗത്ത് ഡക്കോട്ട, നെബ്രാസ്ക, കാൻസസ്, ഒക്ലഹോമ, ടെക്സസ്, മിനസോട്ട, അയോവ, മിസൗറി, ആർക്കിൻസോ, ലൂയിസിയാന, മിസിസിപ്പി, ഇലിനോയി, വിസ്കോൺസിൻ, മിഷിഗൺ, ഇൻഡിയാന, ഒഹായോ, കെൻറക്കി, ടെന്നസി, അലബാമ, ജോർജിയ, ഫ്ലോറിഡ, സൗത്ത് കരോളിന, നോർത്ത് കരോളിന, വിർജീനിയ, പെൻസിൽവേനിയ, ന്യൂയോർക്ക്, മെയിൻ, വെർമോണ്ട്, വെസ്റ്റ് വെർജീനിയ, ന്യൂഹാംഷെയർ, മസാച്യുസെറ്റ്സ്, കണക്ടിക്കറ്റ്, ന്യൂജേഴ്സി, ഡെലാവെയർ, മേരിലാൻഡ്, DC, അലാസ്ക, ഹവായ്, ലാസ്റ്റ് വൺ റോഡ് ഐലൻഡ്. ഇത്രയും ചേരുമ്പോഴാണ് 51 സ്റ്റേറ്റുകൾ. അപ്പം ഇതൊക്കെ പഠിക്കും കേട്ടോ. പഠിച്ച് അറിവിനെ നല്ലതുപോലെ ഭദ്രമാക്കി ഈ ഈ മാന്ത്രിക ചെപ്പിനകത്ത് പൂട്ടി വെക്കണം. എക്സാമൊക്കെ എന്ത് കോമ്പറ്റീറ്റീവായിട്ടുള്ള പരീക്ഷ വരുമ്പോൾ ഇത് തുറന്ന് ഇത് ഓർമ്മിച്ച് എടുത്ത് പ്രയോഗിക്കുക. കൊച്ചുനാളിൽ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. A for ആപ്പിൾ, B for ബോയ്, C for ക്യാറ്റ്, D for ഡോൾ, E for എലിഫൻറ്റ് അല്ലേ? ഇപ്പം നിങ്ങൾ പറയുന്നത് എന്തുവാ? A for ആൻഡ്രോയിഡ് ആണ്. B for ബ്ലൂടൂത്ത്, C for ചാറ്റ്, D for ഡൗൺലോഡ്, E for ഇമെയിൽ, F for ഫേസ്ബുക്ക്, G for ഗൂഗിൾ ആൻഡ് H for ഹോട്ട്സ്പോട്ട് അല്ലേ? അമ്മ ഹോട്ട്സ്പോട്ട് ഓണാക്കിയേ. പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും പഠിക്കുകയല്ലേ. പക്ഷേ ഈ മുതിർന്നവർ ഇതൊന്നുമല്ല പറയുന്നത്. 60 വയസ്സെത്തുമ്പോഴത്തേക്ക് എന്താണ്, ഏകദേശം ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളും കഴിഞ്ഞ് ഒരു 60 വയസ്സെത്തുമ്പോഴത്തേക്ക് A for അറ്റാക്ക് ആവും, B for ബ്ലഡ് പ്രഷർ ആവും, C for കൊളസ്ട്രോൾ ആവും, C for ക്യാൻസർ ആവും അല്ലേ? അങ്ങനെ ഓരോന്ന് നോക്കിയേ ഇങ്ങനെ ഒരു അവസരം E for എമർജൻസിയിലോട്ടുള്ള പോകുന്ന അവസ്ഥയിലോട്ട് പോകും. അപ്പം ABCD വെച്ച് നമുക്ക് പല രീതികളും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ കഷ്ടപ്പെട്ടാൽ ഭാവിയിൽ ഇഷ്ടപ്പെടാം. നന്നായിട്ട് ഇപ്പം കഷ്ടപ്പെട്. ഭാവിയിൽ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ജോലി വേണം, ഒരു 5-6 ശമ്പളം നമ്മളെ കയ്യിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ സൊസൈറ്റിയിൽ നമുക്ക് ജീവിച്ചു പോകാൻ ഭയങ്കര പ്രയാസമാണ് മക്കളെ. ബന്ധുക്കളും നാട്ടുകാരും എല്ലാം നമ്മൾ ഒരു ജോലി കിട്ടുന്നതൊക്കെ ഭയങ്കര അസൂയയാണ് കേട്ടോ. അവർക്കൊക്കെ നമുക്കൊക്കെ ഒരു ജോലി കിട്ടുമ്പോൾ അവർക്ക് ആ ജോലി കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ബന്ധുക്കളുമുണ്ട്, നാട്ടുകാരുമുണ്ട്. ഇവിടെ നമ്മൾ നല്ല പ്രൈഡായിട്ട് നല്ല അഭിമാനത്തോടെ നമ്മളെന്താണ് മുഖം ഉയർത്തി നിൽക്കണമെങ്കിൽ നമുക്കൊരു ജോലി വേണം. ആളുടെ മുമ്പിൽ വെച്ച് നമുക്കൊരു ജോലി സമ്പാദിക്കണം. നല്ല ജോലിയിൽ നമ്മൾ ഇരിക്കണം. നമ്മൾ അച്ഛനും അമ്മയും 2 പ്രാവശ്യം അവർ കരഞ്ഞു. ഏതാണ് ആനന്ദ കണ്ണീര് പൊടിച്ച 2 സമയമുണ്ട് അച്ഛനും അമ്മയും. ഒന്ന് നിങ്ങളുടെ ബർത്ത്ഡേ, അതായത് നിങ്ങളെ പ്രസവിച്ച് നമ്മളെല്ലാവരും എന്നെ ഉൾപ്പെടെ പ്രസവിച്ച് നമ്മൾ ഉയർത്തി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറെ ഉയർത്തി കാണിക്കും. അപ്പോൾ നമ്മളെല്ലാവരും കരഞ്ഞുകൊണ്ട് എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരുമ്പോൾ അമ്മ പുഞ്ചിരിക്കുന്ന ആദ്യത്തെ നിമിഷമാണ് നമ്മളെല്ലാവരുടെയും ബർത്ത്ഡേ എന്ന് പറയുന്നത്, ജനന സമയം എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രാവശ്യം കൂടെ അച്ഛനും അമ്മയും കരയുന്ന ഒരു മുഹൂർത്തമുണ്ട്. പറയാമോ ഏതായിരിക്കും? മോനെ ഇപ്പോൾ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടി, ആദ്യത്തെ ശമ്പളം വേണ്ടേ അച്ഛൻ്റെ വലത്തെ കൈ വെച്ച് കൊടുക്കും. ആദ്യത്തെ ശമ്പളം വെച്ച് കൊടുക്കും അല്ലേ? അച്ഛാ എനിക്ക് ജോലി കിട്ടിയ എൻ്റെ ആദ്യത്തെ ശമ്പളം അച്ഛാ, അടിച്ച് പൊളിക്കാം നമുക്ക് അച്ഛാ. ഓർമ്മയുടെ രസതന്ത്രം ഞാൻ എഴുതിയ പുസ്തകമാണ്. ഇത് 3rd എഡിഷനാണ്. പുസ്തകത്തിൻ്റെ 1ാം പതിപ്പ് 2011 പ്രസിദ്ധീകരിച്ചായിരുന്നു. 2ാം എഡിഷൻ കഴിഞ്ഞത് 2014 ഇത് 3rd റിവൈസ്ഡ് പരിഷ്കരിച്ച പതിപ്പാണ്. ഇത് കഴിഞ്ഞ വർഷമാണ് ഇതിൻ്റെ പ്രകാശനം കഴിഞ്ഞത്. നമ്മളെ ഗാന്ധിഭവൻ സെക്രട്ടറി ആയിട്ടുള്ള പുല്ലൂർ സോമരാജൻ ചേട്ടനായിരുന്നു ഇതിൻ്റെ പ്രകാശനം. ഇത് ഉദ്ഘാടനവും ഇത് ഏറ്റുവാങ്ങിയതും പത്തനംതിട്ടയിലുള്ള ജിതേഷ് എന്ന് പറഞ്ഞ സ്പീഡ് കാർട്ടൂണിസ്റ്റ്, 2 കൈയും കൊണ്ട് അതിവേഗ ചിത്രകാരനാണ്, അദ്ദേഹമാണ് ഇത് ഏറ്റുവാങ്ങിയത്. അപ്പം ഈ പുസ്തകം ഞാൻ സന്തോഷപൂർവ്വം ആരവ് ഷിജുവിന് കൊടുക്കുകയാണ്. ഇത് കുട്ടികളും വായിക്കണം, മുതിർന്നവർക്കും വായിക്കാം. കുട്ടികളും മുതിർന്നവരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി കൊടുക്കുകയാണ്. ഓക്കെ, വായിക്കണം കേട്ടോ. ഇത് ഒരുപാട് ടിപ്സുകളുണ്ട്. ഞാൻ നേരത്തെ പാടിയില്ലേ രാജു രാധെ, അത് കണക്ക് ഒരുപാട് ടിപ്സുകളുണ്ട്, വെറൈറ്റി അബ്രിവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ മോളെ ഓക്കെ അല്ലേ? സന്തോഷമായ? ഓക്കെ. ഇനി അദ്ദേഹത്തിനും കൂടെ അത് ബുക്ക് കൊടുക്കുകയാണ് ഞാൻ. പ്രിയപ്പെട്ട ഹരിച്ചേട്ടൻ, നമ്മളെല്ലാം ആയിട്ടുള്ള വളരെ നന്ദി. ഓക്കെ, ഇത് നല്ലൊരു വിജയമായി നല്ല രസകരമായിട്ട് നമ്മൾ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ജുവൽ ജംഗ്ഷനോട് എല്ലാവിധ നന്ദി അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഇത് ക്യാമറ എടുക്കുന്ന പ്രിയപ്പെട്ട സ്മിതി മുകുന്ദിന് പ്രത്യേക താങ്ക്സ് ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ രാജേഷ് മഹേശ്വറിൻ്റെ നമ്പർ ഇതിനോടൊപ്പം കൊടുക്കുന്നു. താല്പര്യമുള്ളവർക്ക് എന്ത് സഹായത്തിനും അദ്ദേഹത്തെ വിളിക്കാം. അതുപോലെ തന്നെ സ്കൂളുകളിലും മറ്റ് അസോസിയേഷനിലുമൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഫംഗ്ഷനിലും അദ്ദേഹത്തെ വിളിക്കാം. വളരെ ഉപകാരപ്രദമായ അറിവുകൾ കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും ഷെയർ ചെയ്യാൻ ഇദ്ദേഹത്തിന് അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കാണ് ഞാൻ ഏകദേശം 7000-ഓളം സ്റ്റേജ് കഴിഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ ഈ ഓർമ്മയുടെ രസതന്ത്രം എന്ന ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെയാണ് എൻ്റെ ഷോയുടെ പേരും.
അല്ല ഇപ്പം ഞാൻ അതൊന്ന് പരിഷ്കരിച്ച് ഡോക്ടർ RM ഷോ എന്ന് കൂടെ ആക്കി. RM മീൻസ് രാജേഷ് മഹേശ്വർ, അതിന്ന് ചുരുക്കി ഡോക്ടർ RM ഷോ എന്നാക്കി. മോട്ടിവേഷനാണ്, സൈക്കോളജിസ്റ്റാണ്, കൗൺസിലിംഗ് ഉണ്ട്, വീട്ടിൽ തന്നെയാണ് കൗൺസിലിംഗ്. ഞാൻ MA സൈക്കോളജി കഴിഞ്ഞ, MA സൈക്കോളജി, MA സോഷ്യോളജി കഴിഞ്ഞതാണ്. അപ്പം അത് കൗൺസിലിംഗ് ഉണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോഴും അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലുപരി എനിക്ക് ഇത്രയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കാണ് എനിക്ക് ഹോണററി ഡീലിറ്റാണ് എനിക്ക് ലഭിച്ചത്. അങ്ങനെയാണ് ഡോക്ടറേറ്റും വന്നത്. അതായത് നമ്മൾ PhD കാട്ടി ഹൈ ആയിട്ടുള്ള അത് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മൾ ദൈവത്തെ മറന്ന് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാം തരുന്ന നമുക്ക് ഈ കഴിവുകളെല്ലാം തരുന്നത് നമ്മളെ ഇതാണ്, ദൈവമാണ്. അപ്പോൾ അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അന്ധമായിട്ടല്ല, എങ്കിലും നമ്മളെ മനസ്സിലൊരു വിശ്വാസമുണ്ട്. അതൊക്കെയാണ് നമ്മളെ നയിക്കുന്നതും നമ്മളെ തലോടുന്നതും തല്ലുന്നതും എല്ലാം ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ കൈകളാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഡീലിറ്റ് നേടാനും ഡോക്ടറേറ്റ് നേടാനും, പേരിന് മുമ്പിൽ രാജേഷ് മഹേശ്വർ എന്ന് വെറും തരിശായി കിടന്ന പേരിന് മുമ്പിൽ കുറേ പുതുവസന്തം വന്ന് നിറഞ്ഞ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ഡോക്ടർ പ്രിഫിക്സിൽ എനിക്കത് ചേർക്കാനൊത്തു. എന്നത്തെയും എൻ്റെ ഒരു അംബിഷനായിരുന്നു ഡോക്ടറേറ്റ്. ഒരു MBBS അല്ലെങ്കിൽ പോലും ഒരു ഡോക്ടർ ഒന്ന് ചേർക്കണമെന്നുള്ളത് എന്തായാലും സാധിച്ചു. ഗിന്നസും എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അസാധ്യമായി ഒന്നുമില്ല എന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞ കണക്ക് നമ്മൾ എന്ത് കാര്യവും നമുക്ക് പഠിക്കാം. നമുക്ക് ഈ അലസത വെടിഞ്ഞ് നമുക്ക് എന്ത് കാര്യവും നമുക്ക് പഠിക്കാം. മനസ്സിൽ നല്ലൊരു ആത്മവിശ്വാസം മാത്രം ഉണ്ടായാൽ മാത്രം മതി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് വന്നു ചേരും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, എല്ലാവിധ നന്ദിയും അവസരത്തിൽ അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡോക്ടറുമായിട്ടുള്ള ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. കുട്ടികളുടെ ഭാവിയിലേക്കുള്ള പറഞ്ഞില്ലേ ഗിന്നസ് ബുക്കിലോട്ട് കടക്കാനുള്ള കുറച്ച് അഡ്വൈസുകൾ നമുക്ക് കിട്ടി. അതുപോലെ സാറിൻ്റെ നമ്പർ ഇവിടെ മേടിച്ചോ, നിങ്ങൾ എപ്പോഴും ബുദ്ധിമുട്ടിച്ചോ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മുന്നോട്ട് ചോദിക്കാം കേട്ടോ. ബുദ്ധിമുട്ടിക്കണം, അതാണ് എനിക്ക് ഇഷ്ടം. അടുത്തടുത്ത ഓരോ സ്റ്റെപ്പുകൾ കയറി പോകാനുള്ള ഉപദേശങ്ങൾ എന്ത് വേണമെങ്കിലും ഏത് സമയത്തും തരാൻ സന്നദ്ധനാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. ഞാൻ അവിചാരിതമായി ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഫ്രണ്ട്ഷിപ്പിലാണ്. ചില സാഹചര്യങ്ങളിൽ അങ്ങനെയാണ്, ചില നിമിത്തങ്ങളിൽ നമ്മളതില്ലേ എത്രയോ നമ്മൾ ആൾക്കാരെ കാണുന്നത്. ചിലപ്പം അത് നമ്മളൊരു ഭാഗമായിട്ടങ്ങ് മാറും, നമ്മൾ മനസ്സിൻ്റെ ഒരു ഭാഗമായിട്ട്. അങ്ങനെ മാറിയ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് നമ്മളെ ഹരിയണ്ണൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല വിഷയങ്ങളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഇന്നത്തെ എല്ലാവർക്കും മക്കൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി.